ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു വെച്ചു എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് മേലിൽ റൂഫിൽ കുറച്ച് നേരം പോയൊക്കെ ഒന്ന് നടന്ന് വന്നിട്ട് ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ദോശയും പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ അതാണ്, അതും പിന്നെ നമ്മുടെ പൊടി അതിൽ എണ്ണയൊക്കെ ചാലിച്ച് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ ഉച്ചക്കലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പയറുണ്ടല്ലോ, വൻപയർ, അത് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പയർ വേവുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണും 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ വേവിച്ച് വറ്റിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് വറ്റിച്ചെടുത്തതാണ്, നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സവാള കൊത്തിയരിഞ്ഞത്, അതിലേക്ക് 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ നമ്മളിത് ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ സവാള മൊരിയിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ട്രിപ്പായിട്ട് വട്ടത്തിൽ നമ്മൾ എഗ്ഗ് മുട്ട വറുത്തെടുക്കാം. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വശം മറിച്ചിടാം. മുട്ട പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതാണ് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് പയർ കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും പയർ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പയർ താളിച്ചതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് വത്തലാണ് കേട്ടോ വറുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് ഓയിൽ ചൂടായപ്പോൾ ചെറിയ വത്തലുണ്ടല്ലോ അത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും 2 മണിയൊക്കെ ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ ചോറും പയർ താളിച്ചതും മാങ്ങ ഉപ്പിലിട്ടതും ചെമ്മീൻ റോസ്റ്റ് പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് വത്തലൊക്കെ കൂടി ആയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വെറുതെ വീഡിയോ ലോങ് ആയി പോകണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ ശരി, നല്ലൊരു വിഭവമായിട്ട് പോയിട്ട് വരാം.